ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നിരിക്കട്ടെ. സാധാരണ ഭൂരിഭാഗം ഭക്തജനമെന്നല്ല വ്യക്തികളും എന്താണ് ചെയ്യുക? ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 176. നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തന്നാൽ കഴിയും വിധം സഹായിക്കുക. ഇതിന്റെ പുണ്യം നിനക്ക് എന്നെന്നും ലഭിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമസ്കാരം. ഇന്ന് കുചേല ദിനമാണ് എന്നറിയാത്ത ശ്രീകൃഷ്ണ ഭക്തർ വളരെ വിരളമാണ് അല്ലേ? ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച കുചേല ദിനമായാണ് പ്രധാനമായും കൊണ്ടാടുന്നത്. ഈ ഞായറാഴ്ച വരെയും അതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളും പൂജകളും ദാനധർമ്മങ്ങളും ഈ ഭാരതമൊട്ടാകെ കൊണ്ടാടപ്പെടുന്നു. നമുക്കും അതിൽ പങ്കാളികളാകാം അല്ലേ? ഞായറാഴ്ച വരെയും സമയമുണ്ടല്ലോ. പക്ഷേ ഈ ഇടവേളകളിൽ നിന്റെ ഉറ്റ സുഹൃത്ത് നിന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നോ? ഒന്ന് ഓർത്തു നോക്കൂ. അവനെ അത്രമേൽ സങ്കടത്തോടെയാണോ നിങ്ങൾ മടക്കി അയച്ചത്? ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ കുചേല ദിനത്തിൽ പറയുവാൻ പോകുന്നത്. ദാനധർമ്മങ്ങൾ, ഉറ്റ സുഹൃത്ത്, വീട്ടിലേക്ക് കയറി വരുന്ന അതിഥി എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രത്തോളം ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ചിലർ കരുതുന്നുണ്ടാകും കുചേല ദിനത്തിലല്ലേ ഇതൊക്കെ ഉണ്ടാവുക, പിന്നീട് നോക്കേണ്ടതില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. എക്കാലവും നിങ്ങൾക്ക് ഈ വിഷയം അത്രമേൽ ഉപകാരപ്പെടും. ഇത് എൻ്റെ വാക്കാണ്. പിന്നെ വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. മാത്രമല്ല വീഡിയോ കാണുന്ന വേളയിൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വലിയ ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ആ മഹത്തരമായിട്ടുള്ള അറിവുകളുണ്ടല്ലോ അതും ലഭിക്കുകയുള്ളൂ. ശരി, അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ പറയാം, ഈ ഒരാഴ്ച ഞായറാഴ്ച വരെയും ആകാം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നവർ അതാരായിരുന്നാലും ഏറ്റവും നല്ല രീതിയിൽ അവരെ ആതിഥ്യ മര്യാദയോടുകൂടി സൽക്കരിക്കുക. അന്നേ ദിവസം നമുക്ക് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. സന്തോഷത്തോടു കൂടി മാത്രമേ പ്രത്യേക ഇന്നത്തെ ഈ ദിവസം തൻ്റെ അതിഥിയെ ഭവനത്തിൽ നിന്നും മടക്കി അയക്കുവാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നിരിക്കട്ടെ. സാധാരണ ഭൂരിഭാഗം ഭക്തജനമെന്നല്ല വ്യക്തികളും എന്താണ് ചെയ്യുക? അവരെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നുമില്ല, പോയിട്ട് നാളെ വാ എന്ന രീതിയിലായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ ചില്ലറ ഇല്ല എന്നൊരു കാരണത്താൽ അവരെ മടക്കി അയക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്നേ ദിവസം ഈ ഒരാഴ്ച നിങ്ങളുടെ വീടുകളിൽ ഭിക്ഷ യാചിച്ച് ആരെങ്കിലും വരികയാണ് എങ്കിൽ തീർച്ചയായും അവരെ വെറും കൈയോടെ മടക്കി അയക്കരുത് കേട്ടോ. മിക്ക വീടുകളിലും ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുവാൻ സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് അതിലൊന്ന് കൊടുക്കുക. നാണയത്തുട്ടുകളോ ദാനമായിട്ടോ ആണെങ്കിൽ അത് അങ്ങനെയും ആകാം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഈ മഹത്തായ പ്രവൃത്തി. ഇപ്പോൾ നമ്മൾ അതിഥികളെ കുറിച്ച് പറഞ്ഞു, യാചകരെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് സുഹൃത്തുക്കളെ കുറിച്ചാണ്. നിങ്ങളൊരു അകമഴിഞ്ഞ ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ ഈ നാളുകളിൽ നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്ന ഒരു സുഹൃത്തുക്കളെയും സങ്കടത്തോടു കൂടി മടക്കി അയക്കരുത്. തന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്തു വേണം അവരെ വിടുവാനായിട്ട്. പ്രത്യേകം ഓർക്കുക, ചിലർ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളോട് വലിയ പണമോ അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇല്ലെങ്കിൽ കൊടുക്കുകയേ വേണ്ട. ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും മറ്റൊരിടത്തു നിന്ന് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തന്നാൽ കഴിയും വിധം അവരുടെ മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ, എടാ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എനിക്കിപ്പോൾ ഈ ഒരു സഹായമേ നിനക്ക് വേണ്ടി ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ എന്ന മട്ടിൽ അതിപ്പോൾ എന്തെങ്കിലും ഒരു സഹായമാകാം. നിങ്ങളത് കഴിവതും ചെയ്ത് അവരെ സന്തോഷത്തോടു കൂടി മടക്കി അയക്കുവാനായി എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കുചേലനും കണ്ണനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച്, ആ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെയും തൻ്റെ സുഹൃത്തുക്കളെ ഈ ഒരു നാളുകളിൽ ഒരിക്കലും സങ്കടത്തോടു കൂടി മടക്കി അയക്കരുത് കേട്ടോ. അത് മാത്രമേ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനായുള്ളൂ. ഇനി പറയുവാനുള്ളത് ദാനത്തെക്കുറിച്ചാണ്. കഴിയുമെങ്കിൽ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ നിങ്ങൾ ഭക്തർ സന്ദർശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ തന്നാൽ കഴിയും വിധത്തിലുള്ള ദാനധർമ്മങ്ങളിൽ
അന്നദാനമാകാം, അല്ലെങ്കിൽ ഗ്രന്ഥ സമർപ്പണമാകാം. എന്തു തന്നെയായാലും ചെറിയൊരു ദാനധർമ്മം നിങ്ങൾ ചെയ്യുവാൻ എല്ലാ ഭക്തജനങ്ങളും ശ്രമിക്കുക. നമ്മളിപ്പോൾ ഏകദേശം 700-ൽ പരം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. അതിലെല്ലാം ദാനധർമ്മവുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഗ്രന്ഥദാനത്തെക്കുറിച്ച്. ഗ്രന്ഥദാനം എന്ന് പറയുന്നത് അത് അത്രമേൽ ശ്രേഷ്ഠമാണ്. ഗ്രന്ഥദാനം, വിഗ്രഹങ്ങൾ ദാനം ചെയ്യുക എന്നിവയെല്ലാം അത്രത്തോളം നന്മ നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഗ്രന്ഥദാനമായാലും അത് നിങ്ങൾ ചെയ്യുന്നത് 1000 അറിവുകൾ നൽകുന്നതിന് തുല്യമാണ്. ആയതുകൊണ്ട് ദാനത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരേണ്ടത് ഗ്രന്ഥദാനത്തെക്കുറിച്ചായിരിക്കണം കേട്ടോ. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, മഹത്തരമാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോകളെല്ലാം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഇന്നിടുന്ന വീഡിയോ ഞാൻ ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്യാൻ മോനെ എന്നൊക്കെ ഒരുപാട് ഭക്തർ പറയാറുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്നത് എന്താണെന്നോ, ഗ്രന്ഥങ്ങൾ നിങ്ങൾ ദാനം ചെയ്യൂ, ഞങ്ങളത് മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്നാണ് ഞങ്ങൾ പറയുക. ഒട്ടനേകം ഗ്രന്ഥങ്ങൾ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോകൾ വഴി അനേകായിരം ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ഞങ്ങൾ പറയുക, എന്നിട്ടേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ എളിയ വിഷയം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുകയാണ്. ഒരറിവും ചെറുതല്ല. പിന്നെ മറക്കണ്ട കേട്ടോ, അതിഥിയെയും ഭിക്ഷാടകരെയും ഒന്നും വെറുപ്പോടെ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിച്ച് ഇന്നേ ദിവസങ്ങളിൽ മടക്കി അയക്കരുത്. പ്രത്യേക സുഹൃത്തുക്കളുടെ കാര്യവും ശ്രദ്ധിക്കുക. ഇനി എന്നത്തെയും പോലെ തന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത്, ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ജയലക്ഷ്മി അമ്മയെക്കുറിച്ച്. അമ്മയെന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി. പക്ഷേ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയത്താണ് ഞങ്ങളത് ശ്രദ്ധിച്ചത്. അപ്പോൾ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല അമ്മേ, ഒരു വീഡിയോ കൂടി അമ്മയുടെ നാമധേയത്തിൽ ഞങ്ങൾ ചെയ്യാട്ടോ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയും കൂടി അമ്മയുടെ പേരിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ ഈ മഹത്തായ കുചേല ദിനത്തിൽ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞങ്ങളുടെ എളിയ ഭക്തരോട് പറയുവാനുണ്ട്. നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എങ്കിലും എൻ്റെ കൃഷ്ണ എന്നോ അല്ലെങ്കിൽ സോൾ ഓഫ് കൃഷ്ണ എന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചെറിയ ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനേകം ഗ്രന്ഥങ്ങളും വിഗ്രഹങ്ങളും ഇപ്പോൾ പഞ്ചലോഹ ലോക്കറ്റുകളൊക്കെയും നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും നേരിട്ട് വെബ്സൈറ്റ് വഴിയും എങ്കിലും എൻ്റെ കൃഷ്ണയിലുള്ള എല്ലാ വസ്തുക്കളും ഭക്തർക്ക് യഥേഷ്ടം എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മലയാളത്തിലും അവൈലബിൾ ആണ്, മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.